ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ട്രെയിനിൽ ഒരു യാത്ര പോയാലോ? അതും റൊമേനിയക്ക്. എനിവേ, ഇതെന്റെ റൊമേനിയയിൽ 2ാമത്തെ ദിവസമാണ്. ഇന്നും ഞാൻ യൂണിവേഴ്സിറ്റി പോയി. ആൻഡ് ഇന്നലത്തെ കുറച്ച് ഞങ്ങളിങ്ങനെ കറങ്ങാൻ പോയതിന്റെ കുറച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ യൂണിവേഴ്സിറ്റിയിലെത്തി ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ പ്രൊഫസറിന്റെ ലെക്ചേഴ്സും കേട്ട് നമ്മളിങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അതാണല്ലോ മെയിൻ ഒരു സംഭവം. അപ്പൊ റൊമേനിയയിലെ ഫുഡ് എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ഈ ഭക്ഷണം കേട്ടോ. ഒരു ഫിഷും പിന്നെ എന്തൊക്കെയോ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഫുഡ് സെലക്ട് ചെയ്യായിരുന്നു. ഞാൻ എടുത്തതാണിത്. പിന്നെ നമ്മൾ അവിടുത്തെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ട്രെയിനിന്റെ ലബോറട്ടറി അവർ കൊണ്ടുപോയി. ഈ ലബോറട്ടറി എന്ന് പറഞ്ഞാല് റൊമേനിയയില് ഈ തിമിഷോറ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ആൻഡ് ഈ സ്ഥലത്തിന് കുറെ ചരിത്രമുണ്ട് ട്രെയിൻസുമായിട്ട്. അപ്പം ഇവിടെയാണ് പണ്ടത്തെ അവരുടെ ട്രെയിനിന്റെ ഒരു പാർട്ട് സെക്ഷൻ ഉണ്ടാക്കിയിരുന്ന സ്ഥലം. ആൻഡ് അതിനുശേഷം ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ഈ അടിപൊളി ഈ മനോഹരമായ ഈ പൂന്തോട്ടം കണ്ടത്. ഇതാണ് ട്യൂലിപ്പ് ഗാർഡൻ. ഇത് മിക്ക സ്ഥലത്തും ഇപ്പൊ കാണാം. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങൾ സാധാരണ അടച്ച ഒരു ട്യൂലിപ്പ് ആയിരിക്കും കാണുന്നത്. ഇതിൽ കണ്ടോ നിവർന്ന് ഉള്ളതുമുണ്ട്. ഈ ട്യൂലിപ്പ് ഗാർഡന്റെ അടുത്ത് തന്നെ നമ്മുടെ ജപ്പാനിലുള്ള ഈ ചെറി ബ്ലോസംസും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, കണ്ടില്ലേ, ഓടിത്തുള്ളിച്ചാടി വരെ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇവൻ. പിന്നെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഡേ. താങ്ക് യു സോ മച്ച് ഗായ്സ്. ലവ് യു ഓൾ. ബൈ ബൈ.